കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് നിന്നും വേഗത്തിൽ വയനാട്ടിലേക്ക് എത്താൻ ചുരമില്ലാ പാത ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തം. നാദാപുരം, വിലങ്ങാട്, വയനാട് പ്രദേശങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരും ജനകീയ കൂട്ടായ്മ ചേർന്ന് സ്വാതന്ത്ര്യദിനത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. കുഞ്ഞോം, മാനന്തവാടി, ബംഗളൂരു ചുരമില്ലാ പാതയ്ക്കായി 50 വർഷത്തിലധികമായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. പലതവണ അധികാരികൾ റോഡിനുവേണ്ടി നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളാൽ നീണ്ടുപോവുകയായിരുന്നു. ഈ കാത്തിരിപ്പിന് വിരാമമിടാനാണ് വിലങ്ങാട്ടെയും നാദാപുരത്തെയും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും സ്വാതന്ത്ര്യദിനത്തിൽ ഒത്തുകൂടിയത്. വർഷങ്ങളായി നാട്ടുകാർ ഈ റോഡിനായി കാത്തിരിക്കുകയാണെന്ന് കമ്മിറ്റി ഭാരവാഹി എരോത്ത് മുഹമ്മദ് അലി പറഞ്ഞു. 60 വർഷത്തിൽ പരമുള്ള ഒരു വലിയ പ്രയാണമാണ്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇവിടെ നടക്കുന്നത്. പലരും പൂർവികര് ഇതിനുവേണ്ടി മെനക്കെട്ടു, ഒരുപാട് അധ്വാനിച്ചു. എല്ലാ അധ്വാനങ്ങളും എവിടേക്കോ നിന്നു, പക്ഷെ പിന്നെയും തുടർന്നു. അതിന്റെ പിന്നെയുമുള്ള ഒരു തുടർച്ചയാണ് ഇത്. കുറച്ചും കൂടി ഒരു മാറ്റമുണ്ട്. വടകരയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും ഒരു 2 സമാന്തര പാത നാദാപുരത്തെത്തി. അതങ്ങ് ബാംഗ്ലൂർ അവസാനിക്കുന്ന തരത്തിൽ വടകര അല്ലെങ്കിൽ തലശ്ശേരി, നാദാപുരം, വിലങ്ങാട്, കുഞ്ഞോം, മാനന്തവാടി, ബാംഗ്ലൂരു, അതുപോലെ തന്നെ ചുരമില്ലാ പാത ജനകീയ കൂട്ടായ്മ എന്ന അർത്ഥത്തിലാണ് ഞങ്ങളിത് കാണുന്നത്. ആ അർത്ഥത്തിൽ വലിയ ജനവിഭാഗങ്ങളിലേക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമമാണ്. പാത യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട്ടിലേക്കുള്ള ദീർഘദൂര യാത്രയും സമയനഷ്ടവുമെല്ലാം ഒഴിവാക്കാമെന്ന് ഫാദർ വിൽസൺ മുട്ടത്തുകുന്നേൽ പറഞ്ഞു. നമുക്കറിയാം, വാഹനങ്ങളെ ആധിക്യം മൂലം എല്ലാ ദിവസവും തന്നെ അവിടെ വലിയ ബ്ലോക്ക് കുടുങ്ങി കിടക്കുന്ന ഒരു അവസരമാണുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് വയനാട്ടിലേക്ക് സമാന്തര റോഡുകൾ ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാവുന്ന പോലെ തന്നെ ചുരങ്ങളൊന്നുമില്ലാതെ, അതുപോലെ വനപ്രദേശങ്ങൾക്കോ പരിസ്ഥിതിക്കോ യാതൊരു തരത്തിലുള്ള കോട്ടവും വരുത്താതെ നമുക്ക് എളുപ്പം വയനാട്ടിലേക്ക് റോഡ് സംവിധാനമാണ് വിലങ്ങാട് കുഞ്ഞോം പാത. റോഡ് യാഥാർത്ഥ്യമായാൽ ഗതാഗത കുരുക്കോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ തന്നെ വിലങ്ങാട് നിന്നും വെറും 7 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയനാട്ടിലേക്ക് എത്താൻ സാധിക്കും. മഴയോ മണ്ണിടിച്ചിലോ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചുരം വഴി വയനാട്ടിലേക്കുള്ള യാത്ര ദുസ്സഹമാണ്. ഈ സാഹചര്യത്തിലാണ് വിലങ്ങാട് വയനാട് കാനനപാതയ്ക്ക് പ്രാധാന്യമേറുന്നത്. ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.